മരത്തണലുകളും വലിയ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും കഥകൾക്കും പാട്ടുകൾക്കും ഒക്കെ വേദിയാവുകയാണ്. ഞാൻ ഇപ്പോൾ ഇന്ന് വന്ന് കയറിയുള്ളൂ. ബെന്യാമിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു തോന്നുന്നില്ല. ഇവിടെ വലിയ ആൾക്കൂട്ടം എടുക്കാനുള്ള തിരക്കാണെന്ന് തോന്നുന്നില്ലേ? അതെ അതെ, ആടുജീവിതത്തിന്റെ കഥ കേൾക്കാൻ വന്ന ആളുകളാണ് അവരിപ്പോൾ നമ്മുടെ ബെന്യാമിൻ സാറിന്റെയും ബ്ലെസ്സി സാറിന്റെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഞാൻ മറ്റൊരു സെഷനിലായിരുന്നു താഴെ. മറ്റ് ഉത്സവങ്ങളിൽ നിന്നും ഇതിനെ മാറ്റി നിർത്തുന്നത് സാഹിത്യം വിഷയം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ കലാവിഷയം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, രാഷ്ട്രീയം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ആളുകളുടെ ഒരു ഒഴുക്കുണ്ട്. ഈ അവിടെ ബെന്യാമിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനുള്ളത് പോലത്തെ തിരക്ക് തൊട്ട് താഴെ ഈ രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരും നമ്മുടെ സനോജും ഒക്കെ വന്നപ്പോഴും കെ എം ഷാജി വന്നപ്പോഴും അവിടെയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെയുള്ള ആൾക്കൂട്ടം ഇത് ഏറ്റവും കൗതുകരമായ കാര്യം. സാക്ഷി മാലിക് നല്ല ഉജ്ജ്വല ഹിന്ദിയിലാണ് സംസാരിച്ചത്. അവർക്ക് ഇംഗ്ലീഷിൻ്റെ ഫ്ലോ എത്ര പോരാ. അപ്പോൾ മനോജ് ദാസ് ഹിന്ദിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് പോകുമ്പോഴും നിറഞ്ഞ കവിഞ്ഞ സദസ്സാണ്. മാത്രമല്ല ഓരോന്നിനും കയ്യടിയുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹിന്ദി ഒക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഹിന്ദി വിരോധമൊക്കെ പറയുകയും ആളുകൾ പറയുമെങ്കിലും ഇത്രയും അധികം ആളുകൾക്ക് സാക്ഷി പറയുന്നത് കൃത്യമായി കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതേ സമയം തന്നെ 8 പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇത്ര തന്നെ ജനക്കൂട്ടമാണ് എന്നുള്ളത്. ഈ കഴിഞ്ഞ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ന് രാവിലത്തെ 10 മണിക്കുണ്ടായിരുന്ന സെഷനാണ്. നമ്മുടെ ഗണേഷ് കുമാറിന്റെയും ശ്രീകണ്ഠൻ നായരുമുള്ള ഒരു ചർച്ച. എന്താ പറയാ, കിട്ടിലോൽ ചർച്ചയായിരുന്നു. കുറച്ചു നേരം മുമ്പ് മുരുകൻ കാട്ടാക്കടയും രഞ്ജി പണിക്കരും ചേർന്നിട്ടുള്ള ഒരു സംവാദം ഇതേ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഇത്ര തന്നെ തിരക്കാണ് അനുഭവപ്പെട്ടത്. അവസാനം അദ്ദേഹത്തിന് ഒരു കവിത കൂടി ഉണ്ടായിരുന്നു, അവരുടെ ക്ലാസ്. ഇന്ന് രാവിലെ മുതൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്ന ആളുകൾ ചോദിച്ച പരിപാടികൾ. ഒന്ന് സാക്ഷി മാലിക്കിന്റെ വേദി എവിടെയാണ്, 2 ബെന്യാമിന്റെ വേദി എവിടെയാണ്. അങ്ങനെ ആളുകൾ കൃത്യം വരുന്നതിന് മുൻപേ തീരുമാനിക്കുന്നുണ്ട് എവിടേക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ചെത്തുന്ന ആളുകളാണ് കൂടുതൽ. ഈ അക്ഷരങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും വായിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരം കിട്ടുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം യുവാക്കൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഇടിച്ചു കയറുന്ന പോലെയുള്ള ഒരു തിരക്ക് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടാണ്. കാരണം കുട്ടികൾക്ക് കൂടുതൽ വായിക്കാനായിട്ടും സാഹിത്യകാരന്മാരെ പരിചയപ്പെടാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളൊരു വലിയ വേദിയായിട്ടാണ്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം മാതൃഭൂമിയോടെ തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു.